ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഈ ബീജവും ശുക്ലവും കളിയും കുളിയും ഒക്കെ പറയുന്ന ഉസ്താദുമാരെ നമ്മൾ വലിച്ചു കീറി ഒട്ടിക്കുന്നത് എന്ന് അറിയാമോ? ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ ഇന്റർനെറ്റ് യുഗത്തിൽ പോലും ബീജം കുടിക്കാമോ എന്ന് ചോദിക്കുന്ന ചോദ്യകർത്താക്കൾ ഉണ്ടാകുകയും അതിന് മറുപടി പറയുന്ന ഉസ്താദുമാരുണ്ടാകുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു യുവ മത പുരോഹിതൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചെയ്താൽ എങ്ങനെയാണ് കുളിക്കേണ്ടത്? സ്വയം ഭോഗം ചെയ്താൽ എങ്ങനെയാണ് കുളിക്കേണ്ടത്? അല്ല, അതിനുവേണ്ടി മാത്രം ഒരു കുളിയുണ്ടല്ലേ? സെക്സ് ചെയ്തു കഴിഞ്ഞാൽ കുളിക്കേണ്ടുന്നത് വേറെ, സ്വയം ഭോഗം ചെയ്തു കഴിഞ്ഞാൽ കുളിക്കേണ്ടത് വേറെ. ഇവിടെ സ്വയം ഭോഗം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന വേറെ വീഡിയോകളുണ്ട്. അതിനകത്ത് ചെയ്യാൻ പാടില്ല എന്നും നിർബന്ധിതമായ സാഹചര്യത്തിലാണെങ്കിൽ, അതായത് ചെയ്തേ പറ്റൂ എന്ന് ഉദ്ധരിച്ച കലപ്പ താഴ്ത്താൻ പറ്റാത്ത രൂപത്തിൽ മുട്ടിപ്പോയാൽ ഒന്ന് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതായത് അത്യാവശ്യത്തിന് ഒരു വാണമൊക്കെ അടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഉസ്താദുമാര് മറുപടികൾ നൽകാറുള്ളത്. ഇതാണ് നമ്മുടെ സംസം വെള്ളം കുടിക്കുന്നത് പോലെ ബീജം കുടിക്കാമോ എന്നതിന് മറുപടി പറയുന്ന യുവ പുരോഹിതൻ ഇതാണ്. ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയുടെ തന്നെയുള്ള ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കിക്കോ, നിങ്ങൾക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് ഉറപ്പാകും. തുടങ്ങല്ലേ, നോക്കോ. എന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചേ. ഈ നാറികളെയൊക്കെ എന്ത് ചെയ്യണം? ഇവന്റെ മോന്ത നന്നായിട്ടൊന്ന് നോക്കിക്കോ. എങ്ങനെയുണ്ട്? മതം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവര് പറയും അതിന്റെ മറുപടി. എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് ഞങ്ങളോട് ചോദിക്കേ, ഞങ്ങൾ പറഞ്ഞു തരാം മറുപടി. ഒരിക്കലും കുടുംബമായിരുന്ന് ഈ മതപുസ്തകങ്ങൾ വായിക്കാനോ മതപുരോഹിതന്മാരുടെ ക്ലാസുകൾ കേൾക്കാനോ സാധിക്കാത്ത സാഹചര്യം ഇന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ അധികരിച്ച ഒരു രീതി കാരണം, ഉപയോഗം കാരണം എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിലാണ്. അതുവഴി പണമുണ്ടാക്കുക, കൂടുതൽ വ്യൂവേഴ്സിനെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നതിനു വേണ്ടി മതമാണ് ഇവരവിടെ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മതത്തെ ഇവർ വരുമാന മാർഗമായും, പിന്നെ ചില ആളുകൾക്ക് ദൃശ്യം സുഖം, സ്പർശനം സുഖം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ചില താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുമ്പോൾ, ശരിക്കു പറഞ്ഞാൽ മതത്തെ വ്യഭിചരിക്കുന്നത് നിങ്ങളോ ഞങ്ങളോ? മതത്തെ വിമർശിക്കുന്നത് നിങ്ങളോ ഞങ്ങളോ? ആ ചോദ്യത്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നമുക്ക് മറുപടി തരേണ്ടത്. യുവ പുരോഹിതന്മാർ മതപാഠശാലകളിൽ നിന്ന്, ഈ മതപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ പറയണം. കേട്ടോളൂ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വന്ന ഒരു കമന്റാണ്. എന്തായിരുന്നു കമന്റ്? പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഓറൽ സെക്സ് ചെയ്യൽ ഇസ്ലാമിൽ അനുവദനീയമാണോ? അങ്ങനെ അനുവദനീയമാണെങ്കിൽ ഏതൊക്കെ രൂപത്തിലാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നാം? എന്തായിരുന്നാലും നമസ്കാരത്തെ കുറിച്ച് കൃത്യമായി പറയാതെ പോയ പ്രവാചകൻ, സകാത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് ഇതൊന്നും കൃത്യമായി പറയാതെ പോയ പ്രവാചകൻ എന്തായിരുന്നാലും ഓറൽ സെക്സിനെ കുറിച്ച് പറഞ്ഞു പോയതിലാണ് ഈ മതം എത്രമാത്രം മറ്റുള്ളവരെ കരുതുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ള ഒരു കമന്റ് ആയിരുന്നു. ഈ ഒരു വിഷയമാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഇത് പറയുമ്പോൾ പല ആളുകളും നേരിട്ട് ചോദിക്കാൻ മടി കാണിക്കുകയും 180 ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മസാലകളോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും അറിയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഇതിനെ ധാർമ്മികമായ ലക്ഷ്യത്തോടു കൂടി മാത്രമേ കാണാവൂ. പരിശുദ്ധ ഇസ്ലാം ഭാര്യ ഭർത്തൃ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും പരിശുദ്ധമാക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ള മുഴുവൻ അവിഹിതമായ ബന്ധങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കുകയാണ്, നിരുത്സാഹപ്പെട്ടു. എത്രത്തോളമാണെന്നറിയാമോ ഇസ്ലാം സ്ത്രീ പുരുഷ ബന്ധത്തെ പവിത്രമാക്കുന്നത്? അതുകൂടി പറഞ്ഞു, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടേ നമ്മൾ അതുകൂടി പറഞ്ഞു വെക്കണം. പ്രസവ വേദനയെടുത്ത് വഹിയ അല ഖതബ്, ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ശരി, പ്രവാചകൻ അത് പഠിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ എത്രമാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധത്തിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് എന്ന് ആ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി, ഉസ്താദ് അങ്ങ് പറ ബാക്കി കൂടി. ഇസ്ലാമിലെ മത നിയമങ്ങളിൽ ഒരു പരിധിയുമില്ലാത്ത രൂപത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതും ഏതാണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു.
എന്തെല്ലാം വിഷയങ്ങളിലാണ് മുസ്ലിം യുവതയ്ക്ക് മറുപടികൾ കൊടുക്കേണ്ടതല്ലേ? ശരി ഉസ്താദെ, പറയൂ. ബന്ധങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കുകയാണ്, നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത്? ഇണകൾ തമ്മിൽ പരസ്പരം സെക്സ്വൽ ഇന്റർകോഴ്സ് ചെയ്യുന്നതിന് മുന്നോടിയായി അവർ നടത്തുന്ന ഫോർപ്ലേയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇവിടെ ഫോർപ്ലേ ചെയ്യുന്നത്? പൂർവ്വലീലകളിൽ ഏർപ്പെടുന്നത്, ഇണയെ ലൈംഗികപരമായി ഉണർത്തിക്കൊണ്ടുവന്ന സ്ത്രീകളുടെ ജെനിറ്റൽ ഏരിയ സക്ക് ചെയ്തുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ രൂപത്തിനാണ് ഓറൽ ചെയ്തുകൊണ്ട് ഉത്തേജിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ഇതുപോലെ നേരെ തിരിച്ചും ചെയ്യുന്നത്, പൂർവ്വലീലകളിൽ ഏർപ്പെടുന്നത്, ഇണയെ ലൈംഗികപരമായി ഉണർത്തിക്കൊണ്ടുവന്ന സെക്സ് ചെയ്യുന്ന ഓറൽ സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീ തന്റെ നാവും ചുണ്ടും ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്റെ ലൈംഗിക അവയവം സക്ക് ചെയ്തുകൊണ്ട്. ഈ മാനസിക രോഗികളെയൊക്കെ ഉണ്ടല്ലോ, റോഡിന്റെ നടുക്ക് പിടിച്ചു നിർത്തി എവിടെയെങ്കിലും വരിഞ്ഞ് കെട്ടി പച്ച മടലുകൊണ്ട് അടിക്കണം. കാരണം ഈ നാറികളൊക്കെ കാമഭ്രാന്തന്മാരാണ്. ഇത് പറഞ്ഞ് ഇവന്മാർക്കൊരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ മതം സെക്സ് ഇസ്ലാമാണ് എന്ന് ഇവന്മാര് സമ്മതിക്കണം. ഇതിനു വേണ്ടി മാത്രമുള്ള ഒരു മതമാണെന്ന്. ഇന്ന് ഇതൊന്നും അറിയാത്ത ആളുകളാണല്ലോ അധികവും. അവരെ മതപരമായിട്ട് ഒന്ന് ഉദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവന്റെയൊക്കെ. ഇത് കേൾക്കാൻ ലക്ഷക്കണക്കിന് മുറിയൻ തെണ്ടികൾ ക്യൂവിലാണ്. ഉത്തേജിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ഇതുപോലെ നേരെ തിരിച്ചും പുരുഷൻ സ്ത്രീകളുടെ ജെനിറ്റൽ ഏരിയ സക്ക് ചെയ്തുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ രൂപത്തിനാണ് ഓറൽ സെക്സ് എന്ന് പറയുക. ഇനി അറിയേണ്ടത്, ഇസ്ലാം ഇങ്ങനെ ഈ രൂപത്തിൽ പരസ്പരം ഇണകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖാസ്വാദനം ലൈംഗികമായി ആസ്വദിക്കുന്നത് ഹലാലാക്കുന്നുണ്ടോ, അനുവദിക്കുന്നുണ്ടോ എന്നതാണ്. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ ഈ ഇണകൾ പരസ്പരം എല്ലാ തരത്തിലുമുള്ള കുല്ലു തമത്തുവിന് എല്ലാ തരത്തിലുമുള്ള സുഖാസ്വാദനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിക്കാവുന്നതാണ് എന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഏത് തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള ആസ്വാദനങ്ങൾക്കും അവർക്ക് ജായിസാണ്, അനുവദനീയമാണ്. പക്ഷേ ഇസ്ലാം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ വിലക്കിയിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ആസ്വാദനങ്ങൾ അവർക്ക് പറ്റുന്നതാണ്. ഒന്നാമതായി വിലക്കിയത് ഇണയുടെ പിൻദ്വാരത്തിലൂടെയുള്ള ലൈംഗിക വേഴ്ചയാണ്. രണ്ടാമതായി ഇസ്ലാം വിലക്കിയത് അവൾ ഋതുമതിയായിരിക്കുന്ന സമയത്ത് അവരുടെ മെൻസസ് പീരീഡിൽ അവളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമതായി വിലക്കിയത് ഭർത്താവ് അവന്റെ സ്വന്തം കൈകൊണ്ട് ഇസ്തിംനാ നടത്തൽ, സ്വയംഭോഗം ചെയ്യൽ, അതും ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. ഈ മൂന്ന് രൂപങ്ങൾ ഒഴിച്ചു നിർത്തി മറ്റെല്ലാ രൂപങ്ങളും ഇസ്ലാം അനുവദനീയമാക്കുന്നതാണ്. അതാണ് ഖുർആനിൽ പറഞ്ഞത്, ഉന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുന്ന. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഭർത്താവിന് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും വസ്ത്രങ്ങളെ പോലെയാണ്. ഇതുപോലെ ഏത് രൂപത്തിലുമുള്ള ആസ്വാദനം അവർക്ക് നടത്താവുന്നതാണ്. ഈ അർത്ഥത്തിൽ ഈ ഓറൽ സെക്സ് എന്ന് പറയുന്നത് ജായിസ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാക്കേണ്ടത്, ചെയ്താൽ രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ലൈംഗികമായ ഉണർവിന്. ഇവനോടൊക്കെ എന്തുവാണ് ഇതിന് മറുപടി പറയുന്നത്? ഇതിന്റെ ഒടുവില് ഇവൻ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ, അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ധാരാളം സഹായിക്കുന്ന കാര്യമാണ് ഈ ഓറൽ സെക്സ് എന്ന് പറയുന്നത്. ഇണകൾ തമ്മിലുള്ള സെക്സ് അതിന്റെ പരമാവധി സുഖകരമായ ആനന്ദങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഫോർപ്ലേയിലെ ഒരു സ്റ്റെപ്പാണ് ഈ ഓറൽ സെക്സ്. പരസ്പരം ക്രോസ് ആയി 6-9 പൊസിഷനിൽ ഈ രൂപത്തിൽ കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അവരെ രതിമൂർച്ചയിലേക്ക് തന്നെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രതിമൂർച്ച എന്ന് പറഞ്ഞാൽ ലൈംഗിക സുഖാനുഭവങ്ങളുടെ ഏറ്റവും അവസാനത്തെ അവസ്ഥയും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു അവസ്ഥയുമാണ്. ശ്രദ്ധിക്കേണ്ടത്, നേരെ അവരുടെ വജൈനൽ ഏരിയയിലേക്ക് പോകാതെ അവരുടെ മറ്റ് എറോട്ടിക് സോണുകളിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് ഘട്ടം ഘട്ടമായി അങ്ങോട്ട് എത്തുക എന്നതാണ്. രതിമൂർച്ചയാകാനാണ് പ്രയാസം. ശ്രദ്ധിക്കേണ്ടത്, താളാത്മകമായി റിതമിക്കായി നാക്കും ചുണ്ടും ഉപയോഗിച്ചുകൊണ്ട് ക്ലിറ്റോറിസും വജൈനൽ ഏരിയയൊക്കെ ശരിക്കും സക്ക് ചെയ്താൽ അതിമനോഹരമായ ലൈംഗിക അനുഭവങ്ങളിലേക്ക് പോകാൻ സാധിക്കും. സ്പീഡിൽ 2 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട കാര്യമില്ല. സ്ലോയായി റിതമിക്കായി അതിൽ ലയിച്ചു ചേർന്ന് ചെയ്യേണ്ട കാര്യമാണിത്. ഇതുപോലെ തന്നെ സ്ത്രീയുടെ ചുണ്ടും നാവും ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന രീതി ഭർത്താവിന് കൂടുതൽ സ്നേഹവും മാനസികമായ അടുപ്പം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സ്ത്രീ അവിടെ മൗത്തിലേക്ക് പുരുഷന്റെ അവയവം ഇൻസേർട്ട് ചെയ്തിട്ട് ഫിനീസ്. ഇതൊക്കെയാണോടാ നിന്റെയൊക്കെ പുസ്തകത്തിലുള്ളത്? നിന്റെ മത പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇത്തരം വസ്തുതകളാണോ? ഇത് എടുത്തു പറയുമ്പോ എന്തിനാടാ നമ്മളെയൊക്കെ തെറി പറയുന്നത്? നീയൊക്കെ നിന്റെയൊക്കെ മതപുസ്തകത്തിലുള്ളതല്ലാതെ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനമായി അള്ളാഹു ആകാശത്ത് നിന്ന് നൂലുവഴിക്കിറക്കിയ പുസ്തകത്തിൽ മുഴുവനും കളിയും കുളിയും കാമലീലകളുമാണെന്നും ഇത് കാമഭ്രാന്തന്മാരോടാണ് പറഞ്ഞതെന്നും നമ്മൾ പറയുമ്പോൾ നീയൊക്കെ എന്തിനാടാ നമ്മളെ വന്ന് തെറി വിളിക്കുന്നത്? അലവലാദികളെ, നീയൊക്കെ എന്തോ കൊണ്ടാടാ കേൾക്കുന്നത്? ലിംഗത്തിൽ നിന്ന് കൈയെടുത്തിട്ട് ചെവി കൊണ്ട് കേൾക്കടാ ഊളകളെ. അഗ്രഭാഗം ഗ്ലാൻസ് എന്നറിയപ്പെടുന്ന പെനീസിന്റെ ടിപ്പ് വായിലകത്താക്കി മറ്റു ഭാഗം കയ്യിൽ വെച്ചുകൊണ്ടുള്ള രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യമാരിലേക്ക് താനെ അടുക്കുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ലൈംഗിക ഉദാഹരണക്കുറവുള്ള പുരുഷന്മാർക്ക് സ്ത്രീ ഇത് ചെയ്തു കൊടുത്താൽ പുരുഷന്മാർക്ക് അവർക്ക് അത് പറയാൻ മടിയായിരിക്കും. പ്രത്യേകിച്ച് കുട്ടി ഉണ്ടാവാൻ പ്രയാസമുള്ളവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് ഇറക്ഷൻ ഉണ്ടാകാനും അത് കാരണം ഉദാഹരണം ഉണ്ടാകാനും.
ഇനി ഏറ്റവും ഒടുവില് ഇവൻ പറഞ്ഞു വെക്കുന്നത് കുറച്ച് ബീജം കുടിക്കാമെന്നാ. കാരണം വേറെ കുടിക്കാൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയല്ലേ മനുഷ്യന്മാര് ജീവിക്കുന്നത്. ജീവൻ നിലനിർത്താൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു വാണമൊക്കെ അടിക്കാം, ഇച്ചിരി ബീജമൊക്കെ കുടിക്കാം, കുഴപ്പമില്ലാന്ന്. ഇത് മുഴുവനും കേട്ടുകൊണ്ടിരിക്കാൻ ഒരു രൂപത്തിലും എൻ്റെ ഒരു മാനസികാവസ്ഥ എന്നെ അനുവദിക്കുന്നില്ല. ഇനി ഇതിലേറെ രസകരം, ഇതെങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി സ്വീകരിച്ചത് എന്നുകൂടി നിങ്ങൾക്കറിയണ്ടേ. നോക്കാം. എന്റെ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ആണ്, നോക്കിക്കോ. ബാറക്കല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, അടിപൊളി, അൽഹംദുലില്ലാ, ആമീൻ. 69 പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. ശരി, ഉസ്താദിന്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ. സെക്സിന്റെ കാര്യത്തിൽ ഉസ്താദ് വേറെ ലെവൽ. ഓക്കെ ഉസ്താദേ, മാഷാ അല്ലാ, ഇത് ഇക്കാനെ കേൾപ്പിക്കണം. അൽഹംദുലില്ലാ, ഈ വോയിസ് എന്നും ആരോഗ്യത്തോടെ നിലനിൽക്കണം. അൽഹംദുലില്ലാ, ഉസ്താദിനെ കേൾപ്പിക്കണം, ഇക്കാനെ കേൾപ്പിക്കണമെന്ന്. ഓക്കെ. സെക്കൻഡ് മാരേജിന് പെണ്ണു വേണം. ഓക്കെ. ഓറൽ സെക്സ് ചെയ്യുമ്പോൾ നെജസ് വായിലാവുകയില്ലേ? ഇത്രയും കാര്യം ആരും പറഞ്ഞു തരാറില്ല. അള്ളാഹു ഉസ്താദിന് ഇനിയും ഇതുപോലുള്ള സംശയങ്ങൾ പറഞ്ഞു തരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഓക്കെ, കണ്ടോ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെ ഇത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നോക്ക്. കണ്ടില്ലേ? മുത്ത് ഇക്കാര്യത്തിൽ ഒരു കില്ലാടി തന്നെ, മാഷാ അല്ലാ. സന്തോഷമായി. ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉസ്താദ് ഇനിയും പറയണം. എനിക്കൊരു ഭാര്യയെ കിട്ടുന്നില്ല, എനിക്ക് സെക്സ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. ആ സമയത്ത് എന്റെ ലൈംഗിക പ്രശ്നം ഞാൻ എങ്ങനെ പരിഹരിക്കും? അതിനുള്ള വഴി കൂടി പറഞ്ഞു തരുമോ? ഇനിയും വെള്ളപ്പൊക്കും വ്യത്യാസം വീഡിയോ ചെയ്യുമോ എന്ന്. ഓക്കെ. ഇയാൾക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഓക്കെ. ഓറൽ മോൻ 69. ഒരുപാട് ലൈംഗിക ദാഹം തന്നു. ഭാര്യ കിട്ടാനുള്ള ഒരു മാർഗവുമില്ല. 2 കൊല്ലം കഴിഞ്ഞല്ലാതെ നാട്ടിൽ പോകാൻ ഒരു മാർഗവുമില്ല. ലീവ് കിട്ടുന്നില്ല. ഭാര്യ വല്ലാത്ത ദൗർബല്യം. ഇങ്ങനെ ഒരുപാട് ദാഹം തന്നിട്ട് പെണ്ണിനെ നമുക്ക് ഡിമാൻഡ് ആകുന്നു. എന്തിനിങ്ങനെ പടച്ചോൻ പരീക്ഷിക്കുന്നു? ഓക്കെ. 94 47 98 2 58 53 സെക്സ് ഫ്രണ്ട്ഷിപ്പ് ആവശ്യമുള്ളവരൊക്കെ, ആഗ്രഹമുള്ളവര് വിളിച്ചോളാൻ. നല്ലൊരു 6 കമന്റ് വന്നിട്ടുണ്ട്, നോക്കോ. ഇവന്റെ അമ്മയും പെങ്ങന്മാരും ഇതൊക്കെ കേൾക്കുകയില്ലേ? ആ സമയത്ത് പലരും പലതും ചെയ്യുന്നുണ്ടാകും. മുത്തുനബി കുത്തിൽ വേന്ദ്രനായിരുന്നു, പക്ഷെ മക്കളുണ്ടായിരുന്നില്ല. ആഹാ. മറ്റുള്ളവർ ഇസ്ലാമിനെ പണയുന്നേന്ന് പറഞ്ഞിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. 100% ഇസ്ലാമിനെ കുറിച്ച് പണയാൻ വഴി വെട്ടി കൊടുക്കുന്നത് ഇതുപോലെയുള്ള മലരൻ തെണ്ടികളാണ്. നന്ദി.